നമസ്കാരം സാർ. എന്താ വല്ല പ്രധാനപ്പെട്ട കാര്യം? സാർ അയാളുടെ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കിയും കണ്ടും ചെയ്താ എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നാ പറയുന്നത്. മർഡർ കേസാ. അക്യൂസ്റ്റ് 7 വർഷം വെളിയിൽ ചുറ്റിടന്ന് പോരെ. തെളിവുകൾ നല്ല സ്ട്രോങ്ങാ. ചുമ്മാ പ്രസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സംഗതി ശരിയായില്ല. നാരായണേട്ടാ, ജഡ്ജ് കാശ് വാങ്ങുന്നില്ല. ബ്ലേഡ് കുടുങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇന്ന് വക്കീൽ എന്തൊക്കെ ചോദിക്കാവോ? ഉത്തരം തീരും തോന്നില്ലെന്നേ. എന്താ വക്കീൽ ചേട്ടാ, എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങള് നോക്കിക്കോളാം. മുരളി, ആരാത്? 10 വർഷത്തിന് മുൻപ് ജഡ്ജ് സദാശിവനെ കോടതിക്കുള്ളിൽ വെച്ച് വെട്ടിക്കൊന്നില്ലേ, അയാളാണിവൻ. അയ്യോ, മഴ മഴ ഇരിക്കും ചേട്ടാ. ഞാൻ അടിക്കത്തില്ലായിരുന്നടാ. കിളവി മണ്ണ് വാരി എറിഞ്ഞു. ഒരടി അടിച്ചപ്പോൾ കെട്ടാൻ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ശരിക്കൊന്ന് പൊട്ടിച്ചു. ഹൗസ് ഓണർ പട്ടാളക്കാരനല്ലേ, അതുകൊണ്ടാ ഇത്രയും വലിയ പ്രശ്നമായത്. എടാ ബ്ലേഡേ, എടാ, നമുക്കൊന്നും കിടന്നാലും ഉറക്കം വരില്ല. ഇവനൊക്കെ കാറിലിരുന്നാലും ഉറങ്ങും, കസേരയിലിരുന്നാലും ഉറങ്ങും. അല്ലളിയാ? എടാ മോനെ, ബന്ന് ഞങ്ങളൊന്നും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. മെല്ലെ കഴിച്ചാ മതി. അണ്ണാക്കി കുടുങ്ങി ചാവണ്ട. ഇവനൊക്കെ ഏത് പഞ്ചായത്തിലാണാവോ? ബ്ലേഡേ, ഇത് ചേട്ടനോണ്ടേ കൊടുക്ക്. ചേട്ടൻ കസേര എടുത്തല്ലേ മുഖത്തിനിട്ട് അടിച്ചത്? അതൊന്ന് കാണണമായിരുന്നു. എനിക്ക് ഭയങ്കര തിരക്കാണ്. ക്രൈം നമ്പർ 198/15. സാറേ, ഒരു കാര്യം.
ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം കുറ്റം ആരോപിച്ച ആളിന്റെ ശരിയായ രേഖകളോ മറ്റു തെളിവുകളോ ഇല്ലാത്തതുകൊണ്ട് കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ വെറുമൊരു സംശയം മാത്രം നിലനിൽക്കെ ശിക്ഷ നൽകാൻ കഴിയില്ല. അതിനാൽ വിട്ടയക്കുന്നു. എടാ അത് മുഴുവൻ ഇങ്ങോട്ട് ഒഴിക്കടാ. ഇന്നാ ഒഴിക്കേ. എനിക്കൊന്നും ആയില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ വലിച്ച് കേറ്റാതടാ. രാവിലെ കോടതിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതെങ്ങനെ? ജഡ്ജിയുടെ മുഖം കണ്ട് അറിഞ്ഞൂടെ? എൻ്റെ അയ്യോ, ഇതെന്താ രാവിലെ തന്നെ ഒരു ദുസ്വപ്നം? ഓ മൈ ഗോഡ്, 7:30 ആയോ? അമ്മേ കോഫി. ഈ സാരി ഞാൻ ഉടുത്തായിരുന്നോ? ഇല്ലല്ലോ. ആ ഇത് കൊടുക്കാം. അച്ഛാ ഇതൊന്നും തേച്ചേ, വേഗം വേഗം എളുപ്പം. അമ്മേ എന്തേ എന്റെ കോഫി എന്തേ? തണുത്തോ അമ്മേ? അയ്യോ നേരെ ഒരുപാടായി. അമ്മേനല്ലേ ഞാൻ വിളിച്ചേ, കേട്ടില്ലേ? മിണ്ടായിരുന്ന എങ്ങനാ? ഞാൻ ജോലിക്ക് പോകേണ്ട പെണ്ണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? ഒന്നാം തീയതി ആയ ഉടനെ അമ്മയ്ക്ക് ശമ്പളം കൈ കിട്ടണല്ലോ. എന്നെ ഒന്ന് വിളിച്ചിടായിരുന്നോ? എന്തിന്? നിന്നെ എണീപ്പിക്കാൻ നോക്കി നോക്കി നീ എന്റെ മൂക്കിനിട്ട് ഇടിച്ച് എന്റെ മൂക്കൊരു പരുവായിരിക്കുന്നു. പൊക്ക അവിടുന്ന്, അല്ലെങ്കിൽ തിളച്ച എണ്ണ എടുത്ത് നിന്റെ തലവഴി കമത്തും. വന്നിരിക്കുന്നു കോഞ്ചാനായിട്ട്. ഉച്ചക്ക് പുളിശ്ശേരിയും ചോറും. ഓക്കെ ഡൺ. ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്റെ മേടെ ജിമിക്ക് കമൽ എന്റെ പങ്കട്ടുണ്ട് പോയി. എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ മക ഞാൻ കുളിക്കാൻ വന്നപ്പോ നിങ്ങൾ ബാത്റൂമിൽ കയറി തന്നെ തെറ്റാ. പോരാഞ്ഞിട്ട് പാട്ടും പാടി കുളിക്കുന്നു. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്റെ പന്റെ ബ്രാൻഡി പാട്ടും പാടി കുളിക്കാൻ കണ്ടൊരു പ്രായം. ഇപ്പൊ ഞാൻ കുളിപ്പിക്കാം. എന്തിനാ പക്ഷെ പേടിപ്പിക്കുന്നേ? നീ ഒരു പെണ്ണ്, ഞാനും ഒരു പെണ്ണ്, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. ഇതൊരു തള്ളയാണോ? കച്ചയും കെട്ടി ഇങ്ങനെ തള്ള നിക്കുവാ. രാപ്പകല് നയൻതാര എന്ന് വിചാരിച്ചോ? ഒന്നിറങ്ങി വെളിയിൽ പോകുന്നുണ്ടോ? നിന്റെ പ്രായത്തിൽ ഞാൻ നയൻതാര തന്നെയായിരുന്നു. ഇത് ഞാൻ അന്ന് എടുത്തിരുന്ന പാവാടയായിരുന്നു. നന്നായിട്ടുണ്ടോ? ഒന്ന് പോന്നുണ്ടോ പ്ലീസ്? പോ പോ പോ. കാക്കക്കുളിയും കുളിച്ചേച്ച് അവളെ ഓടി വന്നു. തേച്ചോച്ചാ താങ്ക്സ്. അമ്മേ ഉച്ചക്ക് എനിക്ക് തൈരും ചോറും മതി, ഓർമ്മയുണ്ടല്ലോ? മറക്കല്ലോ അവിടെ മര്യാദയ്ക്ക്. നീയാ ഞാനാ നോക്കിയിരുന്ന കാര്യം. നീ മാറ്റി പറയുന്ന അറിഞ്ഞോണ്ട് തന്നെയടി പുളിശ്ശേരി ഉണ്ടാക്കാതെ തൈരും ചോറും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്നോട് അവളുടെ കളി? നേരം വെളുത്തില്ല, രണ്ടും കൂടി രാവിലെ തുടങ്ങി. വിദ്യ ഞാൻ റെഡി. നിങ്ങൾ ഇന്ന് പേപ്പർ വായിച്ചത് തന്നെ. അടിപൊളി കിടുക്കച്ച്. എയർപ്ലെയിൻ പോകുന്ന പോലെ ഇവളെങ്ങോട്ടാ ഓടുന്നേ? അയ്യോ വല്ലാത്തൊരു പെടാപ്പാട് തന്നെ. ഇന്ത്യയിൽ തന്നെ 2 വീലറിന് ഡ്രൈവർ വെച്ചിരിക്കുന്ന ആദ്യത്തെ ആള് നിങ്ങളുടെ മോളായിരിക്കും. ദേ ആ നിൽക്കുന്ന തടിച്ചിക്കും ചേർത്തല്ലേ ചോറ് പൊതിയാൻ പറഞ്ഞ് നിങ്ങളുടെ മോളിന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുന്ന. മതി മതി, വേഗം വേഗം വണ്ടി വിട്. നേരെ വെക്കി സ്ലൈഡ് ഒന്ന് കുത്തട്ടെ. സമയമായി പോ. വിട്ടോ വിട്ടോ. ഉരുട്ടല്ലേ, എനിക്ക് പണി കിട്ടും. വേഗം വിട്. വണ്ടി ഇതിൽ കൂടുതൽ സ്പീഡ് പോകത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ്? അയ്യോ നിന്റെ പൂ തലേന്ന് താഴെ പോയടി. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, ഞാൻ വൈകുന്നേരം വന്ന് വാങ്ങിച്ചോളാം. കണ്ടില്ലേ എന്നും താമസിച്ചാ പോകുന്നത്. ആ പൂവ് താഴെയിട്ടിട്ട് പോകുന്നുണ്ടാ, അത് നമ്മുടെ മുതലാളിയുടെ മോളാ. ആ ഇളകി മറിഞ്ഞുള്ള പോക്ക് കണ്ടാലേ 50,000 രൂപ ശമ്പളത്തിന് IT ഓഫീസിലേക്കോ 10,000 രൂപ ശമ്പളം വാങ്ങാൻ താലൂക്ക് ഓഫീസിലേക്കൊന്നും അല്ല. PKG ടീച്ചറാ. മാസം 1320 രൂപ ശമ്പളം. അതിന് പോണ പോക്കാത്. താഴെ നിർത്ത്, ഞാൻ നോക്കിക്കോളാം. താഴെ മോനെ മോനെ ഇങ്ങോട്ട് വന്നേ. ചോക്ലേറ്റ് കരയില്ലേ മോനെ? ഗുഡ് ബൈ.
കരയില്ലേ മോളെ? ചോക്ലേറ്റ് തിന്നാട്ടോ, കഴിച്ചോ? ഗുഡ്. അർജുൻ മോനെ പറഞ്ഞ കേട്ടല്ലോ, കരയില്ലല്ലോ. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു വന്നേ. അടുത്ത ആരാ? ആകാശ്. ടീച്ചറിന് ഒരു വന്നേ തന്നെ. ഇവിടുത്താ. ഗുഡ് ബോയ്. പൊയ്ക്കോ. ചക്കരെ ടീച്ചറിന് ഇവിടെ ഒരു വന്നേ. ഗുഡ് ബോയ്. പോയിരുന്നോട്ടോ. അമലിനി കരയില്ലല്ലോ, ബ്രേവ് ബോയ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു വന്നേ. കൈയെടുക്കരുത് ചേട്ടാ. റൈസി എടാ എടുക്ക. അടി വെക്ക വെക്ക. കൈ വെക്കടാ. എടുക്കരുത്. കൈ വെക്കടാ വെക്കടാ. മര്യാദക്ക് വെക്കടാ. കൈ അവിടെ എടുക്കരുത്. അടി അടി തലക്കെട്ടി ഞാൻ തരും. വെക്കടാ. വെക്ക വെക്ക. അയ്യോ ഗുരുവായൂരപ്പ. എടുത്തോ ചേട്ടാ. പണത്തിന് വില കൽപ്പിക്കാൻ പാടില്ല, എന്നാലേ കയ്യിൽ വരൂ. ആ റൈസ് മില്ലുകാരനോടൊക്കെയല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് 500 ചാക്ക് അരി വേണമെന്ന് അവൻ പറഞ്ഞു കേട്ടു. അതെ അതെ, ഫോൺ ചെയ്തിരുന്നു. വ്യാപാരത്തിൽ ശത്രുക്കളും സുഹൃത്തുക്കളൊന്നുമില്ല, അനുസരിച്ചങ്ങ് പോകാൻ പാടില്ലേ എന്നും പറഞ്ഞ് റേറ്റ് കുറയ്ക്കാനും നിൽക്കണ്ട, പറഞ്ഞു വാങ്ങിച്ചോണം. ശരി ശരി. ഇവിടെ കൗൺസിലറുടെ വീട്ടിലൊരു ഇടപാടുണ്ട്, പോയിട്ട് വരാം. ഒരു കാര്യം കൂടി, കണക്കുകളൊക്കെ നോക്കിയിട്ട് കുറേ ആയി, നീ ഒന്ന് നോക്കിയാൽ എന്താ ചേട്ടാ പതിവില്ലാതെ? ഓർമ്മയുണ്ടോ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ രണ്ടുപേരും കൂടി ബിസിനസ് തുടങ്ങി, അരിക്കച്ചവടം. ഇന്ന് വരെ ഞാൻ കണക്ക് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പേരിനൊരു ബിസിനസ് വേണം. നീ ബിസിനസ് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. അതല്ലടാ, എനിക്ക് ചേട്ടനെ വിശ്വാസം, കാര്യങ്ങൾ നടക്കട്ടെ. എടാ ബ്ലേഡ്. എടാ നാരായണ, ഞാനൊന്ന് തലശ്ശേരിക്ക് പോയി ചാക്കൊന്ന് ഏർപ്പാടാക്കിയിട്ട് വരാം. അത് പിന്നെ ആ പഞ്ചസാര ചാക്ക്, ഉപ്പിച്ചാക്ക്, അരിച്ചാക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. വളച്ചാക്കും നെല്ല് ചാക്കും ഒക്കെ കുറച്ച് കീറിയിരിക്കുക, അതിന് പറ്റിയ രീതിയിൽ റേറ്റ് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്യാം. ചേട്ടൻ പുറപ്പെടുന്നു. വന്നടാ വന്നടാ. എന്തോന്നാണ് ഗോഡൌണിലെ വെച്ചിരുന്ന മോട്ടർ കട്ടെടുത്തോണ്ടോ? എഴുന്നേറ്റ് പോടാ, പോടാ, പോ, എഴുന്നേറ്റ് പോടാ. എന്റെ വാസുകിയെ, എന്താ പരിപാടി? വാടിയ കോലക്കേറി ടീച്ചറെ, നിനക്കിപ്പോ ഇച്ചിരി അഹങ്കാരം കൂടുതലാ. എന്റെ പേര് വിളിക്കല്ലേന്ന് നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞ് എന്റെ നാക്ക് തെഞ്ഞത് മിച്ചം. അല്ല, എവിടെ പോയി നിന്റെ ഡ്രൈവർ? ചേച്ചി, അവൾ അറിയാതെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അച്ഛനാ പറഞ്ഞ് ആദ്യം വണ്ടി തള്ളാൻ പഠിക്കണം, പിന്നെ വേണം ഓടിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ തള്ളിക്കൊണ്ട് വന്നേ. എന്റെ പൊന്നടിയെ, നീ വീട്ടിൽ നിന്നാണ് ഇത് തള്ളിക്കൊണ്ട് വന്നേ? ഇവള് തള്ളുന്നതാണെന്ന് ആർക്കറിയാം. അടിപൊളി. ഇതെന്താ കട്ടുപറിച്ച് വാങ്ങിക്ക് ഇത്രയും രുചി തോന്നുന്നേ? എന്തോ, നീ ഒരു റൗഡിയുടെ മനസ്സ് കെട്ടില്ലേ? അവനോട് ഞാൻ ചോദിക്ക്, പറയും. അത് ചോദിച്ചാ പോരെ? ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ദുസ്വപ്നം കാണുന്നു പറഞ്ഞില്ലേ? ഈ പ്രായത്തിൽ അങ്ങനെ പലതും കാണും, നീ മിണ്ടാതിരി. അയ്യോ, ഒരേ സ്വപ്നം തന്നെ ചേച്ചി. ദേ ചുമ്മാതിരിക്കണേ, വെച്ച കറുവാപ്പട്ടെ രാവിലെ മുതലേ തേടിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ചേച്ചി, നാരായണന്റെ കൂടെ ചുറ്റുന്ന ആ ബ്ലേഡ് ഉണ്ടല്ലോ, അവനെന്താ? അവനെ സ്വപ്നത്തിൽ എന്റെ കഴുത്തി താലി കിട്ടി ചേച്ചി. എന്താ വിദ്യ നീ പറയുന്നേ? കൊത്തി കൊത്തി അങ്ങ് മുറത്തി കയറി കൊത്തിയല്ലോടി. അവനൊരു റൗഡിയല്ലേടി. സ്വപ്നത്തിൽ ബ്ലേഡ് താലി കെട്ടിയപ്പോഴേ എന്റെ പുറകിൽ നിന്ന് ചേച്ചി ആ താലി കെട്ടാൻ സഹായിച്ചത് അറിയോ? ഈ സാരി തന്നെ ഉടുത്തിരുന്നേ. എന്താടി ഇത്? വല്ല കല്യാണത്തിനൊക്കെ ഇത് ഉടുക്കാറുള്ളൂ. കുന്തം നീ. എന്നെ എന്തിനാടി ഈ കല്യാണത്തിന് നീ വലിച്ചഴിച്ചോണ്ട് പോയത്? അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, പാല് പൊങ്ങിപ്പോയി. ഇവളെ കൊണ്ട് തോറ്റ് ഞാൻ. ഇവള് വന്നാൽ എന്റെ കൈ ഓടത്തില്ല, കാല് ഓടത്തില്ല. എന്റെ പൊന്നെ, ഞാൻ എന്നാ ഓടിയേക്കാം. നാശം. പുറത്തോടി. അതുകൊണ്ടാ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു.
ജ്യോതി, അയ്യോ എന്റെ മോള്, ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഈ നശിച്ചാൻ ഇവളെ കൊടുക്കട്ടെന്ന്. എന്റെ മോളെ കൊന്നു കളഞ്ഞില്ലടാ ദുഷ്ട. നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ എന്റെ മോളെ. ഞാനിതെങ്ങനെ സഹിക്കും? ചേട്ടാ പോലീസ് വരുന്നുണ്ട്. അയ്യോ സാർ എന്താ സംഭവിച്ചെന്നറിയില്ല. അയ്യോ നാരായണ, എന്താ സംഭവിച്ചേ? തന്നോട് ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന്. ഇവനുമായിട്ട് അടുക്കാൻ ഇവള് ശ്രമിച്ചു. വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. പിന്നീട് പുറത്തെന്തൊക്കെയോ ശബ്ദം കേട്ടു. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോ എന്നെ പേടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഇവള് കെട്ടിച്ചാടി സാർ. എടാ മഹാഭാവി, എന്റെ മോക്ക് ചെയ്ത പേരുണ്ടാക്കാൻ നോക്കുന്നോടാ. എടാ മഹാഭാവി, ഒന്നും പിടിക്കില്ലടാ. ഒരു കാര്യം അടിച്ചു കൊല്ലവനെ. എന്താടാ പറഞ്ഞത്? ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ ബ്ലേഡേ. അത് കള ചേട്ടൻ പറയുമ്പോ അതെ, ചായയുടെയും വടയുടെയും കാശ്. കാശില്ല ചേട്ടാ. ചേട്ടാ ഓട്ടോന്റെ കാശ്. കാശില്ല നീയാ. മൂത്രമൊഴിച്ച ഓട്ടോ ഓടത്തില്ല. രാവിലെ വന്നിരിക്കുന്നു ഓരോരുത്തന്മാര്. ബസ്സിലെ ടിക്കറ്റ് പോലും ഞാൻ എടുക്കാറില്ല. ഒന്ന് പോടാപ്പാ. ചേച്ചി ദാ അപ്പുക്കുട്ടൻ വന്നിരിക്കുന്നു. വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ച ചൂലെടുത്ത് അടിക്കുന്ന ആരാണ് നിനക്ക് അഡ്രസ് തന്നത്? അവനോട് ഞാനാ വരാൻ പറഞ്ഞത്. എന്തിനാ വരാൻ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അവന് വെച്ചു വിളമ്പാനൊന്നും പറ്റില്ല. അതെ, അവൻ 10-25 ദോശയും തിന്നും 4 മുട്ടയും കയറ്റും. അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും ഈ അടുക്കളയിലില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ദേ തള്ളേ, TV എടുത്ത് ഞാൻ കിണറ്റിലെറിയും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എവിടെയാ പണ്ടാറടങ്ങുന്ന റിമോട്ട്? നാശം പിടിച്ചത്. ഇങ്ങോട്ടാ പറഞ്ഞ കേക്കില്ലല്ലേ? നിനക്ക് എന്തിനാ ഇത്? എന്താടി ഇത്? കാലക്ക് 15 വർഷമായിട്ട് ഇതുപോലെ ടേസ്റ്റ് ആയിട്ട് മട്ടക്കറി ഉണ്ടാക്കാൻ ചേച്ചി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരിയല്ലേ അളിയാ? ഞാൻ പറഞ്ഞില്ലേ? ഒരു മാറ്റവും ഇല്ല. എത്ര നേരം എന്ന് വെച്ചാൽ ചേച്ചി എന്നെ മോത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി അടുക്കളയിലുള്ള പണിയാണോ നോക്കി ചേച്ചി? പോയ ചേച്ചി. എടാ പണ്ടാര കാല, നാണം എന്താന്നറിയില്ല, മാനം എന്താന്നറിയില്ല, അന്തസ് എന്താന്നറിയില്ല. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ. എന്നെയാണോ? എന്റെ വള്ളിയമ്മ എന്താ? പണ്ട് വലിയ രാജകുടുംബത്തിലുള്ള ഒരു രാജകുമാരനെ ഉടുതുണിയില്ലാതെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ എത്രയോ ഭേദമായി ഞാൻ. ഈ പ്രായത്തിലെ SK സൂര്യയുടെ പാട്ട് കണ്ടോണ്ടിരിക്കല്ലേ? കഴിഞ്ഞ വർഷം തന്നെ തീരേണ്ട കേസായത്. കാലനിങ്ങനെ തിരക്കായോണ്ട് ഇങ്ങനെ നിങ്ങളെ വിട്ടേക്കോ. ഇതിനെ കൊണ്ട് തോറ്റല്ലോ. ചൊറിയല്ലേ കിളവി? ഇവനും 5000 കൊടുക്ക്. ശരി സാർ. വെക്കോ ബ്ലേഡേ. ഇവരെയൊക്കെ പോയിട്ട് നാളെ വരാൻ പറ. മൂർത്തി ശരി, വാ, വരണം. ഞങ്ങൾ നാളെ വരാം. ഓക്കെ. പറയണം
എന്താ പ്രശ്നം? ഞാൻ വീട് പണിയാൻ വേണ്ടി ഈ എഞ്ചിനീയർ അടുത്ത് മൊത്തം കോൺട്രാക്റ്റായി 50 ലക്ഷം എന്ന് പറഞ്ഞ് അഗ്രിമെന്റ് ഇട്ടിരുന്നു. ഇതാണ് ആ അഗ്രിമെന്റിന്റെ കോപ്പി. ഇപ്പൊ വീടിന്റെ പണിയൊക്കെ തീർന്നു, പക്ഷെ എനിക്ക് താക്കോല് തരുന്നില്ല. എന്താ കാര്യം നിങ്ങളൊന്ന് ചോദിക്കണം. ഉള്ളതാണോ? എഗ്രിമെന്റ് ചെയ്തതൊക്കെ സത്യമാണ് ചേട്ടാ. അതിനുശേഷമാണ് കമ്പിക്കും സിമെന്റിനും മണലിനും ഒക്കെ വില കൂടിയത്. അത് കൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ചിലവായിട്ടുണ്ട്. ഒന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും വാങ്ങിത്താ ചേട്ടാ. വീട് എവിടെയാ വെച്ചിരിക്കുന്നത്? അത് വടക്കേ നടയിൽ ആൽമരത്തിന്റെ അടുത്തുനിന്ന് 5ാമത്തെ വീടാ. എന്താ ഈ രാത്രിയില്? നമസ്കാരം ചേട്ടാ. ഒന്നുമില്ല ചേട്ടാ, ട്രെയിൻ ഒന്ന് ലേറ്റായി. ചേട്ടാ തെറ്റിദ്ധരിക്കരുത്. കുറേ നാളായി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെ നിങ്ങൾ ഈ നാരായണുമായിട്ട് ഒന്നിച്ചു പോകുന്നു? അവൻ നാട്ടിലെങ്ങനെ ആയിക്കോട്ടെ, എന്നോടൊരു കുഴപ്പമില്ല. അത് നന്നായി. മിച്ച അടുത്ത ആഴ്ച വന്ന് വാങ്ങിച്ചോ. ശരി ചേട്ടാ, അന്ന് ഞാൻ പോകട്ടെ. വീടിന്റെ താക്കോല് ബ്ലേഡിന്റെ കൊടുക്ക. ചേട്ടാ അത് കൊടുക്കടോ. നീ ഇപ്പൊ ചെല്ല, കാലത്ത് 10 മണിക്ക് വാ. ആ ബ്ലേഡ് നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. വരണടാ. അല്ല നിങ്ങളെന്താ ഒന്നും പറയാതെ സാർ ഇരുന്നട്ടെ സാർ, ചേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാർ ഇരിക്കൂ സാർ. എടാ മണി, വന്ന് വണ്ടി കയറാ. കേറാ വണ്ടിയില്. സാധാരണ പ്രശ്നങ്ങളുണ്ടാവുന്ന വീടുകൾ ഞങ്ങൾ കൈവെക്കാറില്ല. സിഗരറ്റ് വേണോ? ശീലമില്ല. പിന്നൊരു കാര്യം, ഒരു വീട് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വിട്ടുകൊടുത്തും ശീലമില്ല. 20 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയിട്ട് വീട് എഴുതി കൊടുത്തേക്ക്. കോട്ടയം ചങ്ങനാശ്ശേരി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെയാ ടോപ്പ്. എന്താടാ ഒത്തുതീർപ്പിന് വന്നപ്പോൾ ആള് കളിക്കാണോ? തെമ്മാടികളെ, എന്റെ വീട് നഷ്ടപ്പെടാതിരിക്കാനാ ഇങ്ങോട്ട് വന്നത്. എന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയതാ. ഈ ഉടായിപ്പൊക്കെ എന്റെ അടുത്ത് വേണ്ട. എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? താൻ അവിടെ പോയി നിൽക്ക്. ശരി മാഡം. ഹലോ ഹലോ ഹലോ, മണി 12 കഴിഞ്ഞില്ലേ? ഈ ഒരു പാട്ടോടെ നിർത്തിക്കോണം. നിക്കടാ, ആരടാ നീ? നിക്കടാ അവിടെ. എടാ നിക്കാൻ, അവിടെ നിക്കാൻ. പരിപാടി ഇതെന്റെ മോളുടെ യൂണിഫോം ആണല്ലോ. ഹലോ, ആരാ? ഇത് വേറെ ആരുമല്ല, ബ്ലേഡാ. ഇന്നലെ വെല്ലാണ്ടൊക്കെ ചാടുന്ന കണ്ടല്ലോ. നിങ്ങളുടെ മോളെ നിങ്ങളുടെ പുതിയ വീട്ടിൽ കൊണ്ടുവന്നിട്ടാ സംസാരിക്കുന്നത്. അരുത്, അവളെ ഒന്നും ചെയ്യരുത്. വായിലിരിക്കുന്ന ബ്ലേഡ് നിങ്ങളുടെ മകളുടെ മുഖത്തേക്ക് തുപ്പിന്നിരിക്കട്ടെ. മുഖത്ത് 30 തുണിക്കെട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഭാവിയിൽ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്താൻ പറ്റില്ല. അയ്യോ, നിനക്ക് എന്താ വേണ്ടേ? ഹലോ ഹലോ, എല്ലാം ശരിയാണെന്ന് നോക്കി.
ചുരിദാറാണോ? എന്നാ ഇട്ടോണ്ട് വാ. ആ എല്ലാം ശരിയേട്ടാ. ഓ വാ മോളെ, നിന്റെ അച്ഛൻ കാത്തു നിൽക്ക. വാ പോവാം. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്ടില് നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് നിന്നാ എങ്ങനെ? പോയാട്ടെ സാറേ. ഇത് വെച്ചോ. ശരിയേട്ടാ, എന്നാ വരട്ടെ. ഒന്നും മിണ്ടാ നിൽക്കണ്ട മോളെ. ഒരു കാര്യം, പോലീസുകാരിക്ക് കുരുട്ടുബുദ്ധി കാണും. അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നും വെച്ച് വേണ്ടാത്തൊന്നും ചെയ്യണ്ട. എന്ത് നടപടിയെടുത്താലും ഞങ്ങൾ 6 മാസത്തിൽ പുറത്തിറങ്ങും. അതിന് ഞങ്ങൾ പകരം വീട്ടും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കര കയറാൻ പറ്റില്ല. അറിവുള്ളവരാ നിങ്ങൾ. നന്നായി ആലോചിച്ച് ഇവൾക്ക് ട്രാൻസ്ഫർ വാങ്ങി വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റിലാവാൻ നോക്ക്. അതാ നിങ്ങൾക്ക് നല്ലത്. എന്താടാ? അടിപൊളി, പുലി തന്നെ. നമ്മുടെ വക്കീല് എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ ഇന്നലെ രാത്രി തന്നെ എത്തിയല്ലോ. വാ വാ. എന്തിനാ നിങ്ങള് ഇത്രയും തിരക്ക് കൂട്ടിയത്? ഇതുപോലൊരു വീട് വേണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അതെ പറഞ്ഞല്ലോ. ഈ വീട് തന്നെ ഞാൻ മേടിച്ചു. അകത്ത് കയറി നോക്ക്. സത്യാണോ പറഞ്ഞേ? അതെ അതെ. ഈ മുഖം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അവൻ തന്നെ. ഏതാണ് ഈ മൈനക്കുട്ടി? അതേ മുഖം, അതേ പിപ്പി. കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തിയല്ലോടി. നീ എന്താടി വിത്തി പറയുന്നേ? സ്വപ്നത്തിൽ വന്ന 3 കാര്യത്തിൽ 2 കാര്യം സത്യമായി. സ്വപ്നത്തിൽ ഉടുത്തിരുന്ന ഓറഞ്ച് പട്ടുസാരി ചേച്ചിയുടെ തന്നെ ഉണ്ട്. 4 സ്വരക്കാരനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോ ബ്ലേഡ് താലി കെട്ടുന്നത് സത്യാവോ ചേച്ചി? നീ മനുഷ്യന്മാരുടെ തലയ്ക്ക് വട്ടാക്കൂലോടി പെണ്ണേ. രാത്രിയിൽ മണൽ വാരിയത് തഹസീൽദാർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? പറയടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണ്ടേട്ടാ. ആ ചേട്ടാ. നാരായണ, ഞാൻ ദോരയാ സംസാരിക്കുന്നേ. പറയൂ ചേട്ടാ. തലശ്ശേരിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലം നീ വളച്ചു പിടിച്ചെന്ന് കേട്ടല്ലോ. ആ ചേട്ടാ, അതിൽ 1/2 ഏക്കർ നമ്മുടെ പിള്ളേരുടെയാ. നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ആ ആളെ റെഡിയാക്കി വിടേട്ടാ. 10 മിനിറ്റിനുള്ളിൽ എല്ലാം ശരിയാകും. അതിരിക്കട്ടെ, ബ്ലേഡിന് സുഖമാണോ? നീ സംസാരിക്കും. ആ അണ്ണാ നമസ്കാരം. എന്താടാ ബ്ലേഡ്, സുഖമാണോ? ആ എനിക്ക് സുഖം തന്നെ. അണ്ണനോ? അവൻ്റെ കൊടുക്ക. ഞാൻ 1 മിനിറ്റ് അണ്ണ കൊടുക്കാം. ചേട്ടാ സംസാരിക്കും. ആ ശരി നാരായണ, ഞാൻ തലശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വിളിച്ചോളാം തന്നെ. എന്റെ രാജേട്ടാ, ജോലി ചെയ്തതിന് ആഹാരം കഴിക്കണം അല്ലേ? എന്താ ഒന്നും പറയാത്തെ? ഇപ്പൊ തന്നെ പറയണോ? അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാലേ നീ ഒടുങ്ങിയത് തന്നെ. മര്യാദക്ക് എന്തെങ്കിലും ജോലി ഇത് ജീവിച്ചുവിടടാ. സീസറൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ഇത് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നീ പൊക്കോ. മോനെ ബ്ലേഡ്. സുന്ദരേശന്റെ അളിയനല്ലേ നീ? എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട്? അതായത് സുന്ദരമായി മത്തങ്ങ മുഖം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി സുന്ദരേശന്റെ അളിയനാണെന്ന്. മുഴുവൻ അപമാനമാണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ലേ? എനിക്ക് ജോലി പഠിപ്പിച്ചു തരാൻ അമ്മാവൻ പറഞ്ഞു. ഇരിക്കടാ. ഇവിടെയോ? ഇരിക്കടാ. ഇവിടെയാണെന്ന് ചോദിച്ചതേ ഉള്ളൂ. അയ്യോ, ഇവിടെ നോക്ക്.
ഇത് കണ്ടോ? ഈ ഈർക്കിലി ഇടത്തെ മുട്ടിൽ ഇങ്ങനെ വെച്ച് വലത് ചെവിയുടെ അടുത്ത് ഇങ്ങനെ വെക്കണം. പിന്നീട് ഇടത്തെ മുട്ടിൽ വെക്കണം. ഇതുപോലെ ഒരാഴ്ച ട്രെയിൻ ചെയ്യണം. മനസ്സിലായോ? നോക്കി കണ്ടൊക്കെ ചെയ്തോണം. ഇതാ അനിയ, ഇതെന്താ അത്രയും വലിയ അലൂമിനിയം ഫാക്ടറി ഒന്നുമല്ലല്ലോ. വലിയ വലിയ ബോയിലറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഷോക്ക് അടിക്കാൻ വേണ്ടി. അനിയ, ചാക്ക് തുന്നുന്നതിന് ട്രെയിനിങ് വേണോ? കണ്ണിൽ നോക്കിയാ കൈ അറിയാതെ അങ്ങനെ തയ്ച്ചു പോവും. ഇപ്പൊ നോക്കിക്കോ ചേട്ടാ, സൂചി എങ്ങാന്നേ ആയിങ്ങ തന്നെ ചേട്ടാ. ചാക്ക് തയ്ക്കുന്ന വലിയ ആന കാര്യമല്ല. ഇതൊക്കെ എനിക്ക് പുല്ല. അതായത് ഇടത് കാലിൽ നിന്നും വലത് കാലിലേക്കോ, വലത് കാലിൽ നിന്നും വലത് ചെവിയിലേക്ക് എങ്ങനെ പോകുന്നു നോക്കിക്കോ. ഇതൊന്ന് വരാത്തെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ. ആംബുലൻസ് വിളിക്കാനിയാ. നല്ല ഡാമേജ് ആയെങ്കിൽ ആംബുലൻസ് കയറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ 4 കുത്തുകുത്തട്ടെ. അതില് ആവശ്യത്തിന് കേറിയല്ലോ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഡോക്ടർ ഉണ്ടോ? ഈ റോഡ് അവസാനിക്കുമ്പോ അപ്പു സാറിനൊരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. വളരെ നന്ദി അനിയ. പക്ഷെ ഇപ്പൊ ഇല്ല. എടാ, ആ സൂചി ഇങ്ങോട്ട് തന്നെ എന്റെ ജോലി മെനക്കെടുത്താനായിട്ട്. എന്താ ഇത് മുഴുവനും വെള്ളമാണല്ലോ. രക്തം ഓപ്പോസിറ്റീവ് ആണോ? വെള്ളമാണെങ്കിൽ ഓ പോസിറ്റീവ് എന്നും കട്ടിയാണെങ്കിൽ പി നെഗറ്റീവ് എന്ന് ആരാണ് നിന്നോട് പറഞ്ഞ? കാത് തുന്നിട്ട് വന്നിട്ട് നിന്നെ എടുത്തോളാം ഞാൻ. തൃശ്ശൂരിന്ന് കടം മേടിച്ച് മുങ്ങിയിട്ട് കാലടിയിൽ വന്ന് പൊങ്ങിയാ നിന്നെ വിടുമെന്ന് വിചാരിച്ചാ? എവിടെ നിന്റെ മറ്റവൻ? അദ്ദേഹം ജോലിക്ക് പോയേക്കുവാ. കൊറേച്ച കാശുണ്ടാക്കി ഞാൻ എങ്ങനെങ്കിലും അത് വീട്ടിക്കോളാം. എത്ര വർഷം കൊണ്ട്? അയ്യോ, നിങ്ങളെ പറ്റിച്ച് ഞങ്ങള് നാട് വിട്ടു പോന്നതൊന്നും അല്ല. ആരത്? നിന്നെ കെട്ടിയാണല്ലേ? അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. കരച്ചിൽ നിർത്തിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ പോയി കഥ കുറുക്കടി. ചേച്ചി, ഈ സാരി എങ്ങനെയുള്ള നോക്കിക്കേ. അയ്യോ, അവളെ ഒന്നും ചെയ്യല്ലേ. എന്റെ കെട്ടിയാൻ ജോലി നോക്കുന്ന അടുത്തേ പെണ്ണാത്. അയ്യോ, അവളെ ഒന്നും ചെയ്യല്ലേ. വീട് ചവിട്ടിയാൻ ആ കിഴങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തിനാ പൊടിഞ്ഞു തിന്നാനാ? കൊന്നുകളെ ഞാൻ. അവനെ കിട്ടിയില്ലെങ്കിൽ ഇവള് മതിയടാ. മര്യാദക്ക് ശബ്ദം ഉണ്ടാക്കാതെ വണ്ടി കയറി വന്നോണം. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ കയറ്റിക്കളെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന നേരം മിണ്ടാതിരുന്നോണെന്നല്ലേ. ഇല്ലെങ്കിൽ ഇവളുടെ കഴുത്ത് ഞാൻ ഓർത്ത് കേട്ടോ. എടാ, പുറകിലത്തെ ഡോർ തുറക്ക. ഇരിക്കടി അങ്ങോട്ട്. വേഗം അടയ്ക്കടാ. ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പൊക്കിയുടെ നിർത്തിയിട്ടുണ്ട്. കുറെ പേരുണ്ട്. അവരുടെ സ്ഥലത്ത് തന്നെ. ശ്രദ്ധിച്ച് സൂക്ഷിക്കണം. ഹലോ, ആരാ? ഞാൻ നാരായണ സംസാരിക്കുന്നേ. പറയൂ ചേട്ടാ. ശേഖരേട്ടൻ്റെ ഫോൺ കൊടുക്ക. ഒരു മിനിറ്റ് ചേട്ടാ. നിങ്ങൾക്ക് ഹലോ. ചേട്ടന്റെ മോളെ കടത്തിക്കൊണ്ടുപോയ പിള്ളേരെ കണ്ടുപിടിച്ചു. അവൾക്കൊരു കുഴപ്പമില്ല. അവൾ ഇവിടെ തന്നെയുണ്ട്. ചേട്ടൻ ഇങ്ങോട്ട് വാ. ശരി, ആയിക്കോട്ടെ. ഇയാൾ എത്രയാ നിങ്ങൾക്ക് തരാനുള്ളത്? പറയടാ. പലിശ അടക്കം 3.5 ലക്ഷം തരാനുണ്ട്. ബ്ലേഡ്. ചേട്ടാ, കാശിന്റെ നടുവിലായിട്ട് വെളുത്ത കുറച്ച് സ്ഥലം കാണാറില്ലേ? എന്തിനാ അത്? പണം കൊണ്ട് എല്ലാം നമുക്ക് നേടാൻ കഴിയില്ല. ആ കാശിന്റെ നടുവിലായിട്ട് സ്നേഹവും സഹായവും എന്നൊക്കെ വേറെയും ചിലതുണ്ട്. അത് ഞാൻ നോക്കും. വിട്ടേക്ക്. എല്ലാം ഉണ്ടല്ലോ. കറക്റ്റാ. നീ പൊക്കോ വെച്ചേ. ഇനി പറയടാ, ആരാടാ ഇവിടെ തട്ടിക്കൊണ്ടുവന്നേ? ആരാടാ? പറഞ്ഞില്ലേ എന്ത് വിടാ? എല്ലാവരും മേടിക്കും. 8 പേരെ അടിക്കോടാ. നിനക്കെന്താ ഭ്രാന്താണോ?
ഞങ്ങൾ 8 അല്ല 15 ഉണ്ടറാ. ഓ അടിക്കടാ. അവസാനം വരെ നിൽക്കുമ്പോഴാണ് കണക്കെടുക്കേണ്ടത്. ഇപ്പൊ എണ്ണി നോക്ക്, 8 പേരെ കാണുള്ളൂ. സാധനങ്ങൾ എടുത്തോണ്ട് കുത്തി മറത്തവനെ വിടരുതവനെ. വാടാ, ഇനി നീ വിളച്ചിലെടുക്കടാ. എന്താ ബ്ലേഡ്, എല്ലാവരും കൂടി വെള്ളമടിക്കുമ്പോഴാത്രേ ബോട്ടിൽ സാധനം കലക്കിയത്. നാഗണ്ണൻ വിളിച്ച് പറഞ്ഞിരുന്നു. എടാ, ബ്ലേഡ് ആരാണെന്ന് അറിയോ നിനക്ക്? പണത്തിന് വേണ്ടിയാ ചെയ്തതെന്ന് അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി. ദൊരേണന്റെ ചെവിയിൽ ഈ കാര്യം അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ പേപ്പറൊക്കെ എടുത്ത് കൊടുക്കടാ. 4-5 വർഷമായില്ലേ, രാത്രി കണ്ടുപിടിച്ച് രാവിലെ തന്നെ നേക്കാം. ഈ രാത്രിയിൽ ഇവിടെയും കൂടി ഇവിടെ നിൽക്കണ്ട. ഞാൻ ആ പേപ്പർ വാങ്ങി ചേട്ടൻ്റെ രാവിലെ കൊടുത്തയക്കാം. ബ്ലേഡ്, നാഗണ്ണനോട് ഞാൻ വന്നെന്ന് പറഞ്ഞേക്ക്. ആ, വരാൻ പറയട്ടെ. വിദ്യമോളെ നീ കുടിച്ചില്ലേ, ഞാൻ വന്നേക്കാം. വിദ്യേ, ആ സീറ്റിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും, അതെന്നെടുത്ത്. ആ അത് തന്നെ അതന്നെ താ. ഇഷ്ടമല്ലേ? എന്നാ എന്തിനാ എന്നാ പിടിക്കേ, നീ തന്നെ പുറത്തേക്ക് കളഞ്ഞേര്. ആ കളയുന്നേ, നിനക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞ ഉടനെ കളയാൻ പറഞ്ഞ് കേട്ടില്ലേ? എന്താന്ന് വെച്ചാ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ രണ്ട് മാല വേണമല്ലോ. ഇതെന്തിനാ മാല വാങ്ങുന്നത്? അയ്യോ എൻ്റെ അമ്മേ. വേറെന്താ സാർ? താലി ഒരെണ്ണം. സ്വപ്നം ശരിക്കും ഫലിക്കോ? നീ കുടുങ്ങിപ്പോയടി വിദ്യ.
വാ ആ വാ, അകത്തേക്ക് പോ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾ വയ്ക്കോ. വാന്നേ. അയ്യോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, എന്നെ എന്തിനാ വിളിച്ചോണ്ട് പോകുന്നത്? ഞാൻ വരുന്നില്ല. വാ വാ, അകത്തേക്ക് വാ. അയ്യോ, ഞാൻ വരുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം. ഒന്നുമില്ല വിദ്യ, വാ. ഞാൻ വരില്ല, എനിക്ക് വീട്ടിൽ പോകണം. എന്താ ഇത്? ഇതാ അങ്ങോട്ട് നോക്കിയേ. നോക്കാനല്ലേ പറഞ്ഞത്, നോക്ക്. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന എന്റെ മോനെ രക്ഷിച്ചതിന് നന്ദി ദൈവമേ. ചാമുണ്ടേശ്വരിയാ, ഭയങ്കര ശക്തിയുള്ള ദേവിയാ. ഒരു കുഴപ്പമില്ലാതെ നിന്നെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഈ ദേവിയുടെ തിരുനടയിൽ ഞാൻ താലി കെട്ടിക്കൊള്ളാമെന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു. ശത്രുക്കൾ എന്നെ വെട്ടാൻ വന്ന സമയത്ത് പോലും എനിക്കൊന്നും വരരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അപ്പോഴും ഞാൻ നിന്നെ രക്ഷിക്കാനാ ദൈവത്തോട് അപേക്ഷിച്ചത്. ഇതാ കേട്ടിക്കോ. നീ പോലും അറിയാതെ നിന്നെ എത്ര നാളായിട്ട് സ്നേഹിക്കുന്നതെന്നറിയാമോ? എന്താ പിന്നെ ഇത്രയും നാൾ പറയാതിരുന്നേ? കോടതിയിൽ എൻ്റെ വീട്ടിലൊരു കൊലക്കേസ് ഉണ്ടായിരുന്നു. തീർപ്പ് എനിക്ക് അനുകൂലമായിട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോ ഒരു പക്ഷേ ശിക്ഷ കിട്ടിയിരുന്നെങ്കിലോ? ഒന്നും പറയില്ലായിരുന്നു. ഈ തുളസി എന്ന് വെച്ചാ ആരാ? അഭിനയിക്കുന്ന കൊല്ലം തുളസി. ഈ വില്ലനായിട്ടൊക്കെ ഒരുപാട് പടത്തിൽ തകർത്തഭിനയിച്ച ആളാ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. സകല കലകൾ അഭ്യസിച്ച ആളാണല്ലേ. എന്താടാ കുറച്ചുനാൾ എന്നെ നിന്റെ കൈ കിട്ടിയില്ലെന്ന് വെച്ച് കിട്ടിയപ്പോൾ അടുക്കള മൊത്തം ക്ലീൻ ചെയ്യിച്ചല്ലേ? അതെ അതെ, ഇങ്ങനെയൊക്കെ നിന്നില്ലെങ്കിൽ നിന്റെ ചേട്ടനെ എങ്ങനെ മേയിച്ചോണ്ട് പോകാനാ? അതെ അതെ. ആ പറയ്. ഇവിടെ ഒരു വലിയ പ്രശ്നത്തിലാ ഞാന്. ഒന്ന് വേഗം വരാൻ പറ്റുമോ സ്കൂളിലേക്ക്? എന്താ? ഈ സൈഡിലോട്ട് വാ. അങ്ങനെ കാഷ്വൽ ആയിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. കല്ല്. ഇവന്മാരോ? എന്താ ഇവന്മാരെന്ന്? കയ്യിൽ കല്ല് കണ്ടില്ലേ? തലക്കിടറിഞ്ഞ ഡെത്ത്. ഇവന്മാരായിട്ട് എന്താ നിനക്ക് പ്രശ്നം? മാത്സ് ഹോംവർക്ക് ശരിക്കും ചെയ്തില്ലെന്ന് പറഞ്ഞ് തലക്കിടൊരു കൊട്ടു കൊടുത്തു. അതിനാ എറിയാൻ നിൽക്കുന്ന. എടി, നിന്റെ ജീവനെ നീ ഇത്രയും പേടിക്കുന്നുണ്ടെങ്കിൽ എന്തിനടി അടിക്കാൻ പോയെ? അത് പിന്നെ ടീച്ചറാണല്ലോ എന്ന് ഓർത്ത് അടിച്ചു പോയതാ. എനിക്കെങ്ങനെ അറിയാം ഇവരെന്നെ എറിയാൻ നിൽക്കുമെന്ന്? വേഗം വാടാ, നമുക്ക് ഓടി പോവാം. വേഗം വാ. എന്നാ നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അതെ, നിക്ക്. ആദ്യം ഈ കാര്യം ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തേ. ഇത് പുറത്തെങ്ങാനും അറിഞ്ഞ നാട്ടുകാർ മൊത്തം എന്നെ കളിയാക്കും. ഓ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ശരി, പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല. പൊക്കോ. അതെ, ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. എന്തിനു? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? എന്റെ വണ്ടി ബാക്ക് വീല് പഞ്ചറായി പോയിന്നേ. മധു നിന്നെ. മധു നിക്ക്. ഒരു മിനിറ്റ് നിക്ക്. മധു പറയുന്ന കേക്ക്. നിക്ക്. ഇറങ്ങടി. അയ്യോ, എന്തൊരു പറയാനാ. പെട്രോൾ അടിക്കാൻ പമ്പിലൊന്ന് കയറിയപ്പോ ടാങ്കിൽ പെട്രോൾ അടിക്കുന്നവന്റെ ഒരു കാര്യമേ. എന്നെ തന്നെ അവൻ അങ്ങ് തുറച്ചു നോക്കി നിൽക്കുക. എന്റെ അമ്മോ, പണ്ടറങ്ങാൻ എന്തൊരു സൈറ്റടിയാവേ. എന്താടി വിദ്യ, നീയും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാനെന്താ ഇന്ന് അത്രയ്ക്ക് സുന്ദരിയാ? എന്താടി പഞ്ചറായ വണ്ടി ഓടിച്ചു നടക്കുന്നത്? സൈറ്റ് അടിക്കുന്ന പോലെ സൈറ്റ്. ആദ്യം നീ വണ്ടി തള്ളിക്കൊണ്ട് പോകാൻ പറഞ്ഞില്ലേ? വിദ്യ, വണ്ടി ഇറങ്ങടി. എന്നോട് ഇറങ്ങാൻ പറഞ്ഞല്ലേ? എടി, എന്നാ ഇപ്പൊ നീ കേട്ടോടി. ഇന്ന് തന്നെ ഞാൻ ഇതെല്ലാം കൊണ്ട പണയം വെച്ച് നാളെ ഞാൻ പുതിയ സ്കൂട്ടറായിട്ട് വന്നില്ലെങ്കിൽ എന്റെ പേര് സിൽക്ക് സ്മിത നല്ലടി. എന്റെ പേര് ഞാൻ മാറ്റും. താങ്ക് യു ചേട്ടായി.
ഡ്രൈവർ ഇല്ലാതെ ഈ ഉണക്ക വണ്ടിയും തള്ളിക്കൊണ്ട് നീ റോഡിൽ കൂടെ നടക്കുന്നത് ഞാൻ കാണുവടി. ഞാൻ പോവാ. നാടൻ കോഴി കറി വെക്കാൻ പോണേ ചേച്ചി. ആട്ടിൻകുട്ടി മുട്ടയിട്ട് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വന്നു. ആനക്കുഞ്ഞ് പറയുന്ന കേട്ട് കോഴിക്കുഞ്ഞ് നാണിച്ചു പോയല്ലോ. രാജേട്ടൻ നോക്കി നിന്നു. എന്നാ രാജേട്ട. എന്താടാ ഇതൊക്കെ? കല്യാണ ചെറുക്കനെ പോലെ ഒരുങ്ങി. എന്നാ മാവ ജോലി അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണ്ടേ, അതുകൊണ്ടാ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് തൊഴിലിങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താ തൊഴിലൊന്ന് കാണട്ടെ. ആദ്യം ഈ ചാക്കൊന്ന് തരം തിരിച്ചു മാറ്റ. ചാക്ക് തരം തന്നെ ചെയ്യടാ. ഇത് പഞ്ചസാര ചാക്കല്ലേ? ഇത് ഉപ്പിയാക്ക മാവാ. ഇത് നെല്ലിച്ചാക്ക മാവാ. മാമാ യൂറിയ ചാക്ക മാവാ. യൂറിയ ചാക്ക്? നീ ആദ്യം നക്കിയത് യൂറിയ തന്നെയാടാ പോത്തെ. കാലത്തിങ്ങനെ കുടിക്കാറില്ലല്ലോ. എന്താന്നറിയില്ല ബ്ലേഡ്, കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ ആള് വെള്ളത്തിലാ. ഓ, നമസ്കാരം. അകത്തെ അരിച്ചാക്ക് എത്രയുണ്ടെന്ന് നോക്കി കരിപ്പൂർ മില്ലിലേക്ക് കയറ്റി വിടണം. ശരി. അതിരിക്കട്ടെ. രാത്രിയിൽ ഏതോ SMS അയച്ചിരുന്നല്ലോ, അത് എന്താ? അത് നാളെ എൻ്റെ ബർത്ത്ഡേ. നിന്നെ കണ്ടതിന് ശേഷം ഞാൻ സ്കൂളിൽ പോവുള്ളൂ. എളുപ്പം വന്നേക്കണം. ഐ ലവ് യു. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. എന്നാ ഈ ബസ് വന്ന് തൊട്ടെ. ശരി. ഏയ് എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ? അല്ല, നിന്റെ പിറന്നാൾ എന്നാ? എന്തു പറ്റി? അറിയില്ല. സോറി. അത് ഒന്നുമില്ല. ഇനി മുതൽ എൻ്റെ പിറന്നാൾ എന്നാണോ അന്നായിരിക്കും നിന്റെ പിറന്നാൾ. ഇത് നിന്റെ പിറന്നാളിന് എൻ്റെ ഗിഫ്റ്റ്. ലവ് യു. ബ്ലേഡേ. അയ്യോ അച്ഛൻ, വൈകിട്ട് വന്ന് സംസാരിക്കാം. ഓക്കെ, സ്കൂളിന് ടൈമായി. പോവാണേ. പള്ളിക്കൂടത്തിൽ പോയവൾ എങ്ങനെയാ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? ചുമ്മാതെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചല്ലോ. ഞാൻ എന്താ കഴിച്ചെന്നറിയോ? ഉപ്പുമാവ്. എന്നിട്ട് മാവ് പൂത്തോ? കളിയാക്കല്ലേ? അടിക്കല്ലേ. അയ്യോ, കണ്ടു. എഴുന്നേക്ക്. അയാൾ കണ്ടു. പ്രിൻസിപ്പളിന്റെ ഫ്രണ്ട് അയാള്. മുട്ടുകുത്തി ഇഴഞ്ഞെന്തൊക്കെയോ ചെയ്യുന്ന ആളാ ആണല്ലേ? യോഗാഭ്യാസി. അയ്യോ, ഇങ്ങ് വാടോ. എടാ മഹാഭാവി, നീ തന്നെ കാണിച്ചു കൊടുത്തല്ലോ. നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. എന്തിനാണോ എന്നോട് വരാൻ പറഞ്ഞേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടതായിട്ട് ഞാൻ പറയില്ല ബ്ലേഡേ. ഒരു പക്ഷെ പറഞ്ഞെങ്കിൽ തന്നെ എന്നെ കൊന്നേക്ക് ബ്ലേഡേ. എന്നാ ചെന്നാട്ടെ. യോഗ ചെയ്യാൻ പോലും നിനക്ക് യോഗമില്ലടാ. അതല്ല, കുറെ നാളായിട്ട് ചോദിക്കണം വിചാരിച്ചതാ. ഇതെന്താ പേര്? ബ്ലേഡ്. ബ്ലേഡ്. കല്യാണക്കുറി അടിക്കുമ്പോഴേ കൊച്ചുപറമ്പിൽ രാജശേഖരനെയും പത്മാവതിയുടെയും മകളായ ശ്രീമതി വിദ്യയ്ക്കും ബ്ലേഡിനും കല്യാണം എന്ന് എഴുതാൻ പറ്റുമോ? അതൊക്കെ പിന്നെ നോക്കാം. അത് വേണ്ട. നല്ല കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുതെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 1
അടിപൊളി. നിനക്ക് നല്ലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നിന്റെ പേര് ഗണേശ് എന്നാ. ഗണപതിയുടെ പേര് എങ്ങനെയുണ്ട്? ഗണപതിക്ക് നന്നായിരിക്കും. എനിക്കത് ചേരോ? അതെല്ലാം നിനക്ക് ചേരും. നന്നായിരിക്കും. നീ പറഞ്ഞ പോലെ കല്യാണക്കുറിയിലെ ബ്ലേഡ് എന്ന ഗണേശൻ അങ്ങനെ ചേർത്ത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇട്ടാ ചേരില്ലേ? എന്താണ് ഇത്? ബ്ലേഡ് എന്നൊരു പേര് ഒരു വകയ്ക്കും കൊള്ളാത്തോണ്ടാ അത്രേ ഓർത്ത് ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചത്. പിന്നെ എന്താണ് ബ്ലേഡും ബ്ലേഡും പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി ആ പേര് നീ പറഞ്ഞോണ്ടല്ലോ. ഗണേശ് ഗണേശ് വേറെ ആരും വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഗണേശ പണ്ടാരെ ഓഫാക്കാനും പറ്റുന്നില്ലല്ലോ. നാശം വയ്ക്കണ്ടായിരുന്നു. ഇതങ്ങ് തല്ലിപ്പിടിച്ച് കളഞ്ഞാലോ. നാശം. ഞാനാണോ? ഇവൻ എന്നെ വിടാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എന്താ നിന്റെ പേരെന്താ? ഇപ്പോഴെങ്കിലും നിനക്ക് ഇത് ചോദിക്കാൻ തോന്നിയല്ലോ. അറിയില്ലേ? അച്ഛൻ വെച്ച പേര് അപ്പുക്കുട്ടനാ. അപ്പൊ അമ്മയുടെ പേര്? അതും അപ്പുക്കുട്ടനാ. അല്ല, വിദ്യ നിന്റെ മുറപ്പെണ്ണായിട്ട് വരില്ലേ? അതേലോ അനിയാ. അങ്ങനെയെങ്കിൽ അമ്മാവനോട് കെട്ടിച്ചേരാൻ പറയാൻ പാടില്ലേ? കൈ എടുക്കാനിയാ. തിന്നുന്ന ചോറിലും മണ്ണ് വാരിയിടാൻ ആരെങ്കിലും തയ്യാറാവോ? ഞാനങ്ങനെ തയ്യാറാവില്ല. ഇതൊന്ന് നോക്കിയേ, നമ്മുടെ വിദ്യക്ക് ചേർന്ന പയ്യൻ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് കാര്യമില്ല. നിന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അവിടെ ചോദിക്കും. കാണിച്ചെന്നേ, കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എടാ മോനെ, ആ കൊച്ചിന് ആരുടെ മോനാ? മരിച്ചുപോയ വേലായുധനില്ലേ, അവന്റെ വകയിലുള്ളതാ. ആണോ? ബാംഗ്ലൂരിൽ വാച്ച് കമ്പനിയിൽ ജോലി ചെയ്യാ. ഒരാഴ്ചക്കുള്ളില് നമ്മുടെ വിദ്യനെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. വരട്ടെ വന്ന് കണ്ടിട്ട് പോട്ടെ. ഇങ്ങോട്ട് വാ, മാറ്റി നിർത്ത്. അങ്ങോട്ട് മാറ്റി നിർത്ത്. ആ കാർ പറഞ്ഞു വിട്ടേക്ക്. അങ്ങോട്ട് നീക്കി എടുക്കണേ. വണ്ടി നിർത്തറ. പേപ്പർ എടുക്ക. പോട്ടെ. വണ്ടി മാറ്റി പേപ്പർ ഇല്ലാതെയാണോ സാറിന്റെ വരവ്? ഇൻഷുറൻസും ഇല്ല. ആരാടാ ഈ ദൊരണ്ണൻ? അറിയില്ല സാർ. ഈ നാട്ടിൽ 1000 അണ്ണന്മാരുണ്ടാവും. അവരെയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുമോ? ആദ്യം നിന്റെ വണ്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള ബുക്ക് പേപ്പർ എടുത്തിട്ട് വാ. നീ ആ വണ്ടിയെ നോക്കിയിട്ട് എന്നിട്ട് മര്യാദയ്ക്ക് ആ വണ്ടിയുടെ താക്കോലോട് കൊണ്ടുപോവാ. തർക്കുത്തരം പറഞ്ഞാ അടിച്ച് പല്ലു ഒഴിക്കും. പറയുന്നത് കേക്ക്. പറയുന്നത് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? റോഡ് മുഴുവൻ ബ്ലോക്ക് ആയി സാറേ. വേണ്ട സാറേ കാണിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നേ? നട റോഡിലിട്ട് പോലീസുകാരനെ ചെരിപ്പുകൊണ്ട് അടിച്ചത് കണ്ടോ? ഞാനാടാ ദൊര. എന്റെ വണ്ടിക്ക് കൈ കാണിച്ചല്ലേ? ഇവർക്കൊന്നും സാറിനെ കുറിച്ച് അറിയില്ല. സാർ വന്നട്ടെ സാർ. എന്നെ ആ ടോൾ ഗേറ്റിന്റെ അവിടെ ഒന്ന് വിടാമോ? അതിനെന്താ, കയറിക്കോ. ശരി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. കൊള്ളാലോ. ഇയാളുടെ സ്ഥലം എവിടാ? രാമനാടാണ് സാർ. വരണ്ട ഭൂമിയാ. അനിയാ, ഒരു ജോലി തീർക്കാൻ പോവുക. എന്നെപ്പറ്റി വേഗം മനസ്സിലാക്കിയ നിങ്ങൾക്ക് 1000 ആശംസകൾ. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് വടക്കുന്നാഥൻ്റെ ക്ഷേത്രം മാത്രം ആവശ്യപ്പെടാതെ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിനക്ക് ഞാൻ ചെയ്തു തരാം. വണ്ടി തിരിക്കണം. എന്തായി കാണിക്കുന്നേ? ഇതൊന്നും കണ്ടാൽ ഞാൻ ഭയപ്പെടില്ല. മൊബൈല് താഴെ ഓടാ. ശരി സാർ. സർ, തൃശ്ശൂർക്ക് വരുമ്പോഴുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് ദുരയെ പിടിച്ചിട്ടുണ്ട് സാർ. അയാൾ അവിടെ തന്നെ ലോക്ക് ചെയ്തേക്ക്. 5 മിനിറ്റിൽ വിളിക്കാം. സർ. മോനെ, പോലീസ് സ്റ്റേഷന്റെ മൂലക്കല്ല എന്റെ കയ്യിലാ. നീ കളിക്കാൻ പോവാന്നറിയാടാ.
ആലോചിച്ച് കളിക്കണം. സർ, സ്വിച്ച് ഓഫ് ചെയ്യേ. യെസ് സർ. വെള്ളം. തൃശൂരിനെ വിറപ്പിച്ച കൊട്ടേഷൻ സംഘത്തിന്റെ തലവൻ ദുരൈ എന്ന ആൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വെടിയേറ്റ് മരിച്ചു. ASP പുരുഷോത്തമന്റെ അതിവേഗ നടപടിയാണിത്. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം സാർ. പറയൂ. തൃശൂരിന് ട്രാൻസ്ഫർ ആയ രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം സാർ എടുക്കുകയുണ്ടായല്ലോ. ഇതുപോലുള്ള നീക്കങ്ങൾ ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ദുരൈ പോലുള്ള എല്ലാവിധ ക്രിമിനലുകൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ ഉടനെ തന്നെ സജ്ജീകരിക്കുന്നതാണ്. ഞാൻ ദൊരയണ്ണനെ കണ്ട് വളർന്നവനാടാ. ചേട്ടാ, ASP രാമനാട്ടുകാരനാ. അവനെടുക്കുന്ന 5ാമത്തെ ജീവനായത്. ചേട്ടാ, ഫോൺ. ഹലോ. ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് നീ നിന്റെ ചേട്ടനോട് സംസാരിച്ചായിരുന്നോ? ചേട്ടൻ്റെ മൂഡ് ശരിയല്ല. ഞാൻ രാവിലെ സംസാരിക്കാം, നീ കിടന്നോ. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരമുണ്ട്. എന്താടാ ഇന്നലെ ആയിരുന്നോ ജാമ്യം? അതെന്നെ. കഴിച്ചോടാ. ആ, കഴിച്ചു ചേട്ടാ. കുറച്ച് സമയത്തിനുള്ളിൽ പോകുന്ന ചേട്ടാ. എന്താ ബ്ലേഡ്? ചേട്ടാ ഇരിക്കെ. ഞാൻ പുറത്ത് കാണും. എന്താ പതിവില്ലാതെ നമ്മുടെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ല. അതേടാ, വിദ്യക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കനെ ബാംഗ്ലൂർ വാച്ച് കമ്പനിയിൽ ഒരു നല്ല ജോലിയിലാണ്. നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എല്ലാം ഉറപ്പിച്ചിട്ട് പോകാൻ വേണ്ടി. അത് നിന്നോടൊന്ന് പറയാനാ വന്നത്. നന്നായി നടത്തണം ചേട്ടാ. ഞാനുണ്ട്, ബ്ലേഡുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്. കല്യാണം നമുക്ക് തകർക്കാവുന്നേ. ഇനി കുറച്ചു നാളത്തേക്ക് ചാക്ക് കുടവനിലേക്ക് വരാതെ വേണ്ട കാര്യങ്ങൾ നോക്കാം. എന്നാ ശരിയടാ, ശരി ചേട്ടാ. ബ്ലേഡേ പോട്ടേടാ. ശരി. ഞങ്ങള് വിദ്യയെ ചെറുപ്പത്തിൽ കണ്ടതാണേ. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോകുന്നതുകൊണ്ട് അവളെ എങ്ങനെ കൊണ്ടുപോകാറില്ല. അതേന്നെ. വാസുകി, പഞ്ചസാര ബ്ലേഡേ എഴുന്നേക്ക്. ഈ മോരൊന്ന് കുടിക്ക്, കെട്ടുവിടും. എന്നാ കുടിക്ക്. ഒന്ന് വഴി മാറി. ചെറുക്കൻ നല്ല പയ്യനാ, ഒരു ദുശ്ശീലവും ഇല്ല. കാണാനില്ലല്ലോ. ഇവളെവിടെ പോയി? ഈ നേരത്തിൽ നീ ഇവിടെ വന്നത് തെറ്റാണ്. പെണ്ണ് കാണാനല്ലേ വന്നുള്ളൂ, ഒന്നും തീരുമാനിച്ചില്ലല്ലോ. എന്തായാലും എല്ലാരും വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാ മതി. ചേട്ടനോട് പറയാൻ നല്ലൊരു അവസരം കിട്ടിയില്ലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ വിഷയമേ അല്ല. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മോശ. നീ കരഞ്ഞോണ്ടിരിക്കാതെ പോവാൻ നോക്ക്. വിദ്യയെ കാണാനില്ല, എവിടെ പോയിന്നറിയില്ല. എന്താടി പറയുന്ന? ആ
താഴെ കിഴിഞ്ഞോളൂ. ചാക്കിട്ട് താഴേക്ക് വീണ് ബ്ലേഡ് അതിന്റെ ഉള്ളിലായി. എന്താ പറ്റി? എങ്ങനെയാണോ പറ്റിയത്? ഈ കുട്ടിയല്ലേ നമ്മൾ കാണാൻ വന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി നോക്ക്. ഇതൊക്കെയാ ഇപ്പത്തെ പിള്ളേർ. തിരിച്ചു പോകാം. വേഗം വന്നാ എല്ലാരും ഒരു കാര്യമുണ്ട്. കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ ചെക്കൻ്റെ കൂടെ വന്നിരുന്നു. ഈ ചതി ഞങ്ങളോട് നീ ചെയ്തല്ലോ. എന്റെ പെണ്ണ്, നീ എന്നാലും ഞങ്ങളോട് ഈ കൊടും ക്രൂരത കാണിച്ചല്ലോ. പെണ്ണ് വേണ്ടാന്ന് വന്നത് മതി. സുന്ദരിയാണ്. പള്ളിക്കൂടത്തിൽ പോയവൾ എങ്ങനെയാ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? വെറുതെ ബ്ലേഡിന്റെ കാര്യം വിദ്യയുടെ അച്ഛനോട് സംസാരിച്ച് നടത്തിക്കൊടുത്തൂടെ? പാവം. അയ്യോ, എന്തായി കാണിച്ചത്? വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ അവിടെ വെച്ച് എന്നെ താലി കെട്ടിച്ചേനെ. ഇതങ്ങനെയല്ല. എന്റെ ഈ അരിക്കച്ചവടത്തില് പാർട്ട്ണറാക്കേണ്ടി വരും. അടിക്കുന്നവനാണ് റൗഡി. രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ റൗഡി വേണം. റൗഡിസത്തിൽ വളരാൻ രാഷ്ട്രീയ തന്ത്രം വേണം. ഇന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞാൽ തല്ലിയിട്ട് വരും. അതിന്റെ കാരണം എന്നോടുള്ള സ്നേഹമല്ല, അവനൊരു അനാഥന. എന്തെവിടെ വെക്കണമെന്ന് എനിക്കറിയാം. ചേട്ടാ, ശേഖരേട്ടൻ വന്നിട്ടുണ്ട്. ഇരിക്ക് ചേട്ടാ. വല്ലാത്ത നാണക്കേടായി. ഒരുപാട് ആലോചിച്ചു. ഞാൻ സ്വന്തം നാട്ടിലേക്ക് പോയി താമസിക്കാൻ തീരുമാനിച്ചു. എന്നെക്കാളും മൂത്തയാളല്ലേ, എന്ത് തീരുമാനമെടുത്താലും ശരിയായിരിക്കും. ഇതിലെല്ലാ കണക്കുകളുമുണ്ട്. നമ്മുടെ പങ്കുകച്ചവടത്തിൽ ഞാൻ തന്ന 20 ലക്ഷം രൂപ തിരിച്ചു തന്നാൽ ഞാൻ നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. ചേട്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ചെലവരെന്തെങ്കിലും വേണമെങ്കിൽ പറ, തരാം.
നാട്ടുകാരോടെല്ലാം നീ ചെയ്തു. അവസാനം എന്നോട് നീ നശിച്ചു പോവടാ, ഗുണം പിടിക്കലടാ, ഉഴുത്ത് ചാകും നീ. എന്റെ ഭാര്യ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നീ നശിക്കണോടാ, ഉഴുത്ത് ചാകും. ചേട്ടൻ നേരെ വരുന്നേ. ആ പെണ്ണിനെ കണ്ടു മയങ്ങിയതാ. 4 ദിവസം കഴിയുമ്പോൾ താനെ വന്നോളും. അവനൊരു അനാഥന് എന്തെവിടെ വെക്കണമെന്ന് എനിക്കറിയാം. വരട്ടെ. എന്നാ പോട്ടെ ഏറ്റപ്പാ. കേറിക്കോ. ഞങ്ങളെന്നാ പോയേക്കോ. ടെമ്പോ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് വഴിയറിയില്ല, മീറ്റില്ല. അതെ, പിടിക്ക് പിടിക്ക്, തെന്നുന്നു. കൊണ്ടുപോവാ. ഇന്ന് ടീച്ചറാണെങ്കിൽ അത് പഠിപ്പിച്ചു, ഞാൻ പഠിക്കത്തില്ല. എനിക്കിഷ്ടമാ ടീച്ചറിനെ. ആ അമ്മ വന്നു, നമുക്ക് പോവാം. വിദ്യ വേണ്ടെന്ന് തീരുമാനിച്ചോ നീ? നിന്നെ സംബന്ധിച്ച് അന്ന് ആ ചാക്ക് കെട്ട് നമ്മുടെ ദേഹത്ത് വീണു, അത്രേ ഉള്ളൂ. എന്നാ എനിക്കോ മാനം എല്ലാം പോയി. അച്ഛൻ ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടു വളർന്നവളാ ഞാൻ. ഇപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛനെ ചതച്ച് കാശുണ്ടാക്കിയവൻ്റെ കൂടെയല്ലേ നീ ഇപ്പോഴും നിൽക്കുന്നേ? ദയവ് ചെയ്ത് ഇനി എന്നെ കാണാൻ വരരുത്. എടീ,
ചേട്ടാ ഒരാഴ്ചയായിട്ട് എവിടെ ആയിരുന്നു നീ? നിനക്കെന്തിനാടാ ആ പെണ്ണുമായിട്ട് ഇത്ര അടുപ്പം? റമേ, ബ്ലേഡ് വന്നിരിക്കുന്ന കണ്ടില്ലേ? കഴിക്കാൻ എടുത്തു വെക്കേ. എനിക്കൊന്നും വേണ്ട. എന്താ, നീ കുടിച്ചിട്ടുണ്ടോ? ഇപ്പൊ പോയി കിടക്ക്, നാളെ സംസാരിക്കാം. രാജശേഖരൻ ചേട്ടന്റെ പണം കൊടുത്തേക്ക്. കൊടുത്തില്ല എന്നാ ഉണ്ടാക്കാനാ? ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. ദേവിയോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുവല്ലേ? വെറുതെ അനാവശ്യം പറയില്ലേട്ടാ. പൈസ കൊടുത്തേക്ക്. കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? രാജശേഖരൻ ചേട്ടന്റെ പണം ഉടനെ കൊടുക്കണം. ഉടനെ കൊടുക്കണം. നാരായണ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. പറയണം സാർ. തൻ്റെ പേര് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, സ്റ്റേഷൻ വരെ ഒന്ന് വരണമല്ലോ. പങ്ക് കച്ചവടത്തിന് 20 ലക്ഷം രൂപ തന്ന് താൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്നാണ് കംപ്ലൈൻറ്റ്. അതിന് തെളിവുണ്ടോ? നീ വാടാ. സാറേ, ഇവർ രണ്ടൊരു 20 ലക്ഷം രൂപ ഇട്ടിട്ടാണ് ഈ കച്ചവടം തുടങ്ങിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാറേ. ഇതെവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. നീ ഇയാളെ കൊണ്ട് കുറച്ചു നേരം പുറത്ത് നിന്നേ. നാരായണ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി എസ്ഐയെ തട്ടിക്കൊണ്ടുപോയി വിരട്ടി വീട് എഴുതി വാങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ഇടപെട്ടോ? തെളിവില്ല. എന്തിന്? ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് ഇല്ല. ഇതിനെല്ലാം തൻ്റെ ആള് തന്നെയാ സാക്ഷി. കൊടുത്ത് തീർത്തേക്ക്. ശരി, കൊടുത്തേക്കാം. സ്റ്റേഷൻ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ വെച്ചാൽ കൊടുത്തേക്ക്.
അതെല്ലാം തീർപ്പാവും. നിങ്ങൾ കേസ് ഇത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി. അത് പറഞ്ഞു തീർപ്പാക്കാന്ന് പറഞ്ഞല്ലേ. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ പുറത്ത് വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാം. നീ പുറത്ത് നിൽക്ക്. അതെ, അയാളോട് ഇങ്ങ് വരാൻ പറ. എടോ, തന്നെ അകത്തേക്ക് വിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പണം ഉണ്ടോ എന്ന് എണ്ണി നോക്കി. ശരിയാണ് സാർ. എന്നാ നാരായണന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്. ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഒരെണ്ണം നാരായണൻ കൊടുത്ത് ഒരെണ്ണം ഫയലും ചെയ്തേക്ക്. ഓക്കെ സാർ. നാരായണ, എന്നാ ഇയാളെ പൊക്കോ. പോകാനല്ലേ പറഞ്ഞേ? പറഞ്ഞാ മനസ്സിലാവില്ല ഇയാൾക്ക്. കോടതിയിലേക്കാ? അതെ സാർ. പോകുന്ന വഴിക്ക് ഇയാളെ കൂടെ വിട്ടേക്ക്. വാടാ. ശരി സാറേ. സാർ ഞാനൊന്ന് നിങ്ങളവിടെ ഇരിക്കുക. അങ്ങനെ പോയാലെങ്ങനെ പറയാനുണ്ട്. പറയേട്ടാ. ബ്ലേഡ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ശരിയേട്ടാ. എടാ, വണ്ടി എടുക്ക. എടാ, ഇനി ചെയ്യൂ. ഒരു വലിയ റൗഡിയോടാ കാശ് വാങ്ങിച്ചെടുത്തത്. ദേഷ്യം എന്തായാലും മാറില്ല. അയാൾ ചുമ്മാ ഇരിക്കുന്ന സ്വഭാവക്കാരനൊന്നും അല്ല. അതുകൊണ്ട് അന്നേരം പോണ്ടെന്ന് പറഞ്ഞത്. എന്നാ പൊക്കോ. വളരെ നന്ദിയുണ്ട് സാർ. പണം സൂക്ഷിക്കണം. ശരി. കേറിക്കോ സാർ. എടാ, ആ ഓട്ടോന്റെ പിന്നാലെ വിട. ഒന്ന് നിർത്തി. നീ എവിടേക്കാ പോകുന്നേ? അറിയില്ല. ഇനി നീ ഇങ്ങനെ പകച്ചു നിന്നിട്ടെന്താ കാര്യം? വണ്ടിയിലേക്ക് കയറാം. ഒന്നും വേണ്ട മോനെ, എൻ്റെ കൂടെ വാ. ചേട്ടനകത്തന്നെ ഇരിക്കും. പവൻ, എന്താ പിള്ളേടെ? നാരായണേട്ടൻ ഫോൺ ചെയ്തിരുന്നു. നിന്നെ തീർക്കാൻ പറഞ്ഞു. എന്താടാ അവിടെ ഇരടാ. എടാ, അവനെ വിട്ടേര്. കൈയെടുക്കടാ. പോയിക്കോ, പോയിക്കോടാ. ഒന്നിനിവിടെ കണ്ടുപോരുത്. ഗുണ്ടകളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാ. ദൂരെ എണ്ണ ഉണ്ടായിരുന്നപ്പോ ചെയ്യാൻ പറഞ്ഞ ചെയ്യായിരുന്നു. ഇപ്പൊന്നും തോന്നുന്നില്ല. നീ സൂക്ഷിച്ചോ. നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോകുമെന്നറിഞ്ഞു. അത് കളയണ്ട. എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് ആ ഭാഗ്യമില്ല. സൂക്ഷിക്കണോടാ. എന്നാ ഞാൻ വരട്ടെ. വണ്ടി എടുക്കടാ.
അച്ഛൻ വന്നെന്ന് തോന്നുന്നു. പോയി കതവ് തുറക്ക്. ഇതെന്താ ഇത്രയും താമസിച്ച? അച്ഛാ എന്നാ തുടച്ചോ. ഇത് പിടിച്ചേ. ആ മോട്ടോർ പുരയുടെ താക്കോലോടെ വെച്ചേക്കുന്നേ. ആ ഇതാ ഇതാ ഇത് പിടിക്കേ. നീ അവിടെ പോയി കിടന്നു. ഒന്നും ആലോചിക്കണ്ട. വാങ്ങിച്ചോ. എടാ അവനൊന്ന് കാണിച്ചു കൊടുക്ക. ശരി. കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. ഓടാ പോയേക്കാം. ഇത് ആരോടും സംസാരിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നുമില്ല. ഏത് നേരവും നിന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താക്കോലിങ് തന്നെ. സോറി സാർ, ആരാ ഡിപ്പ കൊണ്ടൊട്ടിച്ചതാ, ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ട്രാൻസ്ഫർ ആയി വന്നവരും പോലീസുകാരെ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. ആദ്യം റൗഡികൾ വേണം അറിയാൻ. വീഴ്ച നിൽക്കാതെ അത് കീറിക്കളാ. എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. തെറ്റാണ്. എന്നെ മനസ്സിലായില്ല ചേട്ടാ. ഗോഡൌണിൽ നിന്ന് എന്റെ കല്യാണം ചേട്ടനല്ലേ നടത്തിയത്. എന്നെ മറന്നുപോയി ചേട്ടാ. ഞാനിപ്പോ ക്രൈംബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ASP പുരുഷോത്തമൻ ചേട്ടന്റെ ഫോണ് ട്രേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. മനസ്സനുവദിച്ചില്ല. അത് ചേട്ടനോട് നേരിട്ട് കണ്ട് പറയാൻ വന്നതാ. വരട്ടെ ചേട്ടാ. ചേട്ടാ, എന്താ ആ സമയത്ത് ഇങ്ങനെ തനിച്ചിരിക്കുന്നേ? ഇത് കണ്ടോ, ASP ഇപ്പൊ ഭയന്ന് ഓടിക്കാണും. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പുറത്തുപോയ പിള്ളേരാരൊക്കെയാ? രവി, പപ്പൻ, ഇവർ രണ്ടുപേര്. ഒരു 7-8 വർഷമായിട്ട് ഇവരെ കുറിച്ച് യാതൊരു വിവരമില്ല സാറേ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് SI വനിതയെ നേക്കിടയ്ക്ക് വീടെഴുതി വാങ്ങിയ ആളില്ലേ? അതെ സാർ. അയാളുടെ ഫയലിംഗ് എടുത്ത്. നിർത്ത് വണ്ടി നിർത്ത്. നീ അങ്ങോട്ട് ഞാൻ പോരാ. ഞാൻ അവിടെ കാണും. എടാ മണി, എന്താടാ നിനക്ക് പറ്റിയത്? കുറെ നാളായിട്ട് ഗോഡൌണിലേക്ക് നീ വരുന്നേ ഇല്ലല്ലോ. നിന്നെ കുറിച്ച് ആരോട് ചോദിച്ചാലും ആർക്കും ഒന്നും അറിയില്ലെന്നാ മണി പറയുന്നേ. മണി, നിന്നോടാടാ. എടാ എന്താണെങ്കിലും എന്നോടൊന്ന് മനസ്സ് തുറന്ന് പറയടാ. എന്നോട് പറഞ്ഞാൽ എന്താ? എടാ മണി, എന്താന്ന് വെച്ചാൽ പറയടാ എന്നോട്. എടാ മണി, എന്നെ മനസ്സിലായില്ലേ നിനക്ക്? ഒരേ ഒരു വാനം, ഒരേ ഒരു ഭൂമി, ഒരേ ഒരു ജീവൻ, അതും നീയാ. ഒരേ ഒരു ജീവൻ, അതും നീയാ. ബ്ലേഡേ, ചേട്ടൻ പഴയതൊക്കെ മറന്നിരിക്കുന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. വാ പോവാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേക്കെ.
എന്താ ബ്ലേഡ്? സാർ, നാരായണനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിനക്ക് അറിയാമെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്താ ശരിയാണോ? ഡോ, വണ്ടി നിർത്തി ഇറങ്ങടാ. ആ പാലത്തിനോട് വെയിറ്റ് ചെയ്യേ. പറഞ്ഞു കേട്ടില്ലേ? യെസ് സർ. നാരായണനോടൊത്ത് നീ കളിച്ച കളികളൊക്കെ സ്റ്റേഷനിലുള്ള ഫയലിൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ നീ നന്നായെന്ന് കേട്ടല്ലോ. സാർ അതെ സാർ. ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത്? സാർ സാർ വേണ്ട സാർ, വിട്ടേക്ക് സാർ. 4 ദിവസത്തിനുള്ളിൽ എൻ്റെ കല്യാണമാണ് സാർ. സാർ സാർ എന്നൊന്നും ചെയ്യരുത് സാർ. സാർ ഞാനിപ്പോൾ ഗോഡൗണിലേക്കൊന്നും പോകുന്നില്ല സാർ. ആരോടാണെങ്കിലും ചോദിച്ചു നോക്ക് സാറേ. കല്യാണക്കുറിയാ സാറേ. സാറേ പേടിച്ചു പോയോ? കൊന്നേക്കട്ടെ നിന്നെ. സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് സാർ. ഇതിനു മുമ്പ് 4-5 പേരെ കൊന്നിട്ടുണ്ട്. വേണ്ട സാറ്. നീ നന്നായെന്നുള്ളത് സത്യമാണെങ്കിൽ അപ്രൂവ്ഡായിരുന്നു കൊണ്ട് നാരായണനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ. സാർ അത് വേണ്ട സാർ. 10 വർഷം അയാളുടെ ചോറ ഞാൻ തിന്നത്. വേണ്ട സാർ, വിട്ടേക്ക്. ഞാൻ ദൈവത്തെ പോലെ സാറിനെ കാണുന്നത്. ശരി, പൊക്കോ. സാറേ പൊക്കോളാൻ. സാർ സാർ സാർ. സംസാരിക്കേ. ഞാൻ PC പ്രമോദം സംസാരിക്കുന്നത്. നാരായണേട്ടുണ്ട് അവിടെ? അദ്ദേഹം തലശ്ശേരിക്ക് പോയിരിക്കുക. ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങള്? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. എന്താ കാര്യം? ആ ബ്ലേഡേ അപ്രൂവറായി മാറി. ASP സാറിനോടെ നാരായണനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുമെന്ന് അറിയിച്ചേക്കിട്ടാ. സാറ് പറഞ്ഞ മാതിരി ഞാൻ നാരായണനെ അറിയിച്ചിട്ടുണ്ടാ. റൗഡികളെ പിടിക്കണമെങ്കിൽ അവസാനം വരെ എല്ലാവരും സംശയിക്കണം സാർ. എൻ്റെ കണക്കൂട്ടിൽ വെച്ച് ഒന്നുകിൽ 20-ാം ദിവസം ഇവൻ ചാകണം, അല്ലെങ്കിൽ അവൻ ചാകണം. കൂട്ട് കിഴിച്ചു നോക്കുമ്പോൾ ഞാൻ കൂട്ടിയ കണക്ക് ഒരുപക്ഷെ തെറ്റിയെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത തോക്ക് തന്നെ എടുക്കേണ്ടി വരും. വണ്ടിയുടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു, ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു. എന്നിരുന്നാലും സൈക്കിളിൽ കൊണ്ടുപോയി കല്യാണക്കുറി കൊടുക്കണമെന്ന് എൻ്റെ അമ്മാവന് നിർബന്ധം. അതും പാതി രാത്രിക്ക്. എത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പോകുന്നത്? പണ്ടാരം അടങ്ങാൻ. എന്തായാലും മൂത്രം ഒഴിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ആറ്റുമീനു തേക്ക് ചാറോ നിശാപുഷ്പഗന്ധം. കുമാരേട്ടാ, ആറ്റുമീനു തേക്ക് ചാറോ കൂട്ടിരിക്കൂ നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം. ആരാന്ന് ചോദിച്ചില്ലേ? തോന്നലായിരിക്കോ? വേഗം പോയേക്കാം. പട്ടികളൊക്കെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ. ഉണ്ടാറങ്ങാനായിട്ട്. കാളി ഭദ്രകാളി, ഭദ്രകാളി. അയ്യോ അമ്മേ, അമ്മേ. ചേച്ചി, ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? പേടിച്ച് പിടിച്ചിട്ടും തീറ്റിക്ക് ഒരു കുറവില്ല. നിന്നെയൊക്കെ വിശന്നിട്ട് വയ്യല്ലോ. എങ്ങനെ ഇവൻ കല്യാണത്തിന് വരുന്ന ആർക്കറിയാം. അങ്ങനെ എടി വാസുകി, ഇന്ന് കാറും ബസ്സൊന്നും പോവില്ലേ? പെട്രോളിന്റെ വില കൂടിപ്പോയി, അതുകൊണ്ട് ഇവിടെ ബന്ധാ. ഇപ്പൊ എന്നും ബന്ധാണല്ലോ. മത്തങ്ങേ വളരെ ചെറുതായിട്ട് അരിഞ്ഞാ മതി. ഞാൻ ചെയ്തോളാം, മിണ്ടാതിരി. വേഗം ഓട്ടെ, വേഗം ഓട്ടെ. ഞാൻ തന്നെ നോക്കി.
സമയം ഒരുപാട് ലേറ്റായി. ഞാൻ പിന്നീട് വിളിക്കാം. എന്താ? ഇവിടെ അടുത്ത് വരെ പോയിട്ട് വരാം. വേഗം ചെയ്തേക്ക് കേട്ടോ. ശരി. ഇപ്പോൾ വരാം ചേട്ടാ. മോനെ, നേരം വെളുത്ത കല്യാണം, ഒരു കുറി പോലും നീ ആർക്കും കൊടുത്തില്ല. അച്ഛാ, ഒരു കല്യാണക്കുറി തന്നെ. പാല് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ തകർത്ത് കളഞ്ഞു സാർ. ഡാമേജ് ആയതിനെല്ലാം കാശ് വാങ്ങണം അവന്മാരോട്. കിടന്ന് ഒച്ച വയ്ക്കരുത്. ആനന്ദ ഇവിടെ എന്താ കല്യാണം? ആർക്ക്? തനിക്കാ? അതെ. ആ, ഗണേശ വിദ്യ. ആ കൊള്ളാലോടോ. സാറേ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനു മുമ്പ് ഞാനൊരു റൗഡി ആയിരുന്നു എന്ന്. എന്താ? കല്യാണത്തിന് ഒരു തടസ്സം വരാതെ സാറ് വേണം നടത്തി തരാൻ. ആരാടോ ഞാൻ വന്നേക്കാം. ശരി സാറേ. എടി, ആ അവിയലിനൊന്ന് വേഗം നുറുക്കിക്കേ. എവിടെയാ? വന്നോണ്ടിരിക്കണം വിദ്യ. ആ, വീടിന്റെ താക്കോൽ എന്റെ കയ്യിലാ. വീട്ടിലാരും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്ക്. ഞാൻ ദേ വന്നു. എല്ലാം ഞാൻ സംസാരിച്ചു. ഇവിടുന്ന് ഒരു ലെറ്റർ മേടിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ആ, കൊണ്ടുപോയി കൊടുക്കാം. നാരായണ, ബ്ലേഡ് ഇപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് പോയേക്കുന്നത്. ആരാടാ അവൻ? നട റോഡിലെ വണ്ടി നിർത്തിയിരിക്കുന്നു. പോയി നോക്കി സാറേ. ആരെങ്കിലും ഉണ്ടോടാ വണ്ടിയില്? സാറേ, സാറേ, എന്താടോ? സാറേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ നോക്ക്, കണ്ടോ സാറേ? ചേട്ടാ, ചേട്ടാ, വെറുതെ വിട്ട് കേട്ടാ. ഞാൻ ചേട്ടനൊരു ദ്രോഹം ചെയ്തിട്ടില്ല ചേട്ടാ. നാളെ എന്റെ കല്യാണമാണ് ചേട്ടാ. സേവ് ചെയ്ത് എന്നെ ഒന്ന് ചെയ്യരുത് ചേട്ടാ. എന്നെ വെറുതെ വിട്ടോ ചേട്ടാ. എന്നെ വെറുതെ വിടോ ചേട്ടാ. നാളെ എന്റെ കല്യാണമാണ് ചേട്ടാ. എന്നെ വെറുതെ വിടോ ചേട്ടാ. ചേട്ടാ, ചേട്ടന് ഇതുവരെ ഒരു ശത്രുവായിട്ട് ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല ചേട്ടാ. ചേട്ടാ, ചേട്ടാ, എന്നെ ജീവിക്കാൻ അനുവദിക്കണം ചേട്ടാ. ബ്ലേഡേ, നാരായണനാണോ നിന്നെ വെട്ടിയത്? ബ്ലേഡേ, ഡോക്ടറിനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. നീ ഇനി ജീവിക്കാൻ പോണില്ല, ചത്തു പോകത്തേ ഉള്ളൂ. പറയടാ, നാരായണനല്ലേ നിന്നെ വെട്ടിയത്? വാടോ. എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു? ഡോക്ടറാണെങ്കിൽ ഇതുവരെയും വന്നിട്ടില്ല. അവൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെട്ടാലും ജീവച്ഛവം. സമാധാനമായിട്ട് നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. ഹലോ നാരായണ, ഞാനാ. പുതിയ നമ്പറാണല്ലോ. വൈഫിൻ്റെ ഫോണായത്.
ഗോഡൗണിൻ്റെ പുറത്ത് ഓട്ടോയിലുണ്ട്. നാരായണ മാത്രം ഒന്ന് പുറത്തേക്ക് വാ. വരാം. നിക്ക്, ഞാൻ പോയിട്ട് വരാം. ഭാസ്കര, നീ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കേ. ശരി സാർ. എന്താ ഈ രാത്രിയിൽ? കുറച്ച് നാളായിട്ട് ASP എന്നെ അടുപ്പിക്കുന്നേ ഇല്ല. സ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. കാവൽ നിൽക്കുന്നവനും കോൺസ്റ്റബിളും ഒരു കാര്യവും എന്നോട് പറയാറില്ല. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പറഞ്ഞ കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്നെ കുറ്റം പറയല്ലേ. ഭാസ്കര, ഓട്ടോ എടുക്കും. മണി, വെള്ളം വേണ്ട. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ബാറില്ലേ ജോലി ചെയ്യാ ബ്ലേഡ്. എന്തു പറ്റി? ആരോടാ പറയണ്ടെന്ന് അറിയുന്നില്ല ബ്ലേഡ്. നാരായണേട്ടെ, എന്റെ ഭാര്യ ഒരുപാട് ശല്യം ചെയ്യണ്ട ബ്ലേഡ്. ബ്ലേഡ് രാത്രിയിൽ വന്നിട്ട് എന്നെ അടിച്ച് പുറത്താക്കിയിട്ട് അവളെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഒരുപാട് നാളായി. ചത്താലോന്ന് ആലോചിക്കുക. വാടി വന്നിരിക്കേ. മൂടില്ല. നല്ലോണം പാടുന്നാണല്ലോ അണ്ണൻ പറഞ്ഞത്. ശരിയാണോ? പാടി ഒരു ഡാൻസ്. അതല്ലേ മൂടില്ലെന്ന് പറഞ്ഞത്. ഏയ് കഴിവർ. കൊല്ലാതെ നീ ആ ASP പത്മനാഭൻ വലിയ തലവേദനയാണ്. തൃശ്ശൂരിൽ വെച്ച് നമ്മുടെ ദൊരയെ കൊന്നവനാ, കണ്ടതല്ലേ? അത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്നെയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, പിടിച്ചകത്തിടാൻ വേണ്ടി. എൻ്റെ ഈ തിരക്കൊക്കെ ഒന്ന് തീർന്നോട്ടെ, അവനിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് വെച്ചോ, കുറച്ച് ദിവസത്തേക്ക് നീ ശ്രദ്ധിക്കണം. ശരിയാണ്. ഹലോ, വീട്ടിൽ നിന്ന് അമ്മയാ വിളിക്കുന്നത്. ചേട്ടാ, അമ്മയാ വിളിക്കുന്നത്. ഹലോ, ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ പോലും വരാതെ എവിടെയാടാ കറങ്ങി നടക്കുന്നേ? ഹലോ അമ്മേ, മഴയമ്മേ, ഞാൻ പിന്നീട് വിളിക്കാം. വള്ളക്കടവ് കഴിഞ്ഞു ബ്ലേഡ്. വിടരുത്. 10 മിനിറ്റിനുള്ളിൽ വിവരം അറിയിക്കാം. ഫോൺ വെക്ക്.
എന്താടാ മണി ഈ വഴിക്കൊക്കെ? വെറുതെ ഒരു ജോലി തേടി വന്നത് ചേട്ടാ. ഫോണിൽ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? എന്റെ കെട്ടിയവളെ ഞാൻ വിളിച്ചതാ ചേട്ടാ. എടാ മണി, മണി, എടാ മണി, നീ ഈ ഫുൾ ബോട്ടിലെടുത്തടിക്കുക. ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. പോ. എവിടെ നീ? നീ ഇങ്ങോട്ടടി പോകുന്ന? മണി, എവിടാടാ നീ? ആരാത്? മണി, 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 എവിടാ നീ? മണി, മുന്നിൽ വാ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അമ്മയുടെ സ്ഥാനത്ത് കണ്ടതും അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടതും വേറെ ആരെയല്ല, നിന്നെയായിരുന്നു. ചേട്ടാന്ന് മുഴുവനും ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. നീ ചതിയനാടാ. എന്റെ ജീവിതം നീ വേണ്ട, കണ്ണിൽ കാൺമത് ലോകം നരകമോ, ആയുധം കൈകളിലേന്തും മനിതനോ,
ഇന്നീ മണ്ണിൽ ചുടുരക്തം പുരളുമോ? ജീവൻ വെടിയും നേരം എന്നും മരണം നിഴലായി പിന്നിലോ? ഉടലും ഉയിരും പിറക്കും കലിയേന്തും കലികാലവും പാഴായിത്തീരും പോലെ ഏതോ ഇരുളിലും ഏത് കൈകൾ നീളുന്നെന്നോ. ഭയവും ഭയവും വെടിഞ്ഞ് ഇന്നോ വെറിയും പൂണ്ടോ ജീവിതം? മനുഷ്യനോ മൃഗമായി വേഷം മാറിയാൽ മനമിതിലോ പുകഞ്ഞു നീരു. ഭൂമി ഇതൊരു നാൾ കരയുകയോ? ഭൂമി ഇതൊരു നാൾ കരയുകയോ? ഭൂമി ഇതൊരു നാൾ കരയുകയോ? തപസ് എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതിന് തുല്യമാണ്. തെറ്റുകൾ തിരുത്തുവാൻ ദീർഘദൂരമൊന്നും വേണ്ട. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കലാപങ്ങൾ ഒഴിഞ്ഞ ആ ദിവസമാണ് തിരുനാൾ.